പിണറായിയുടെ കിങ്കരന്മാരും അവസാനം ഒളിവിൽ പോയിരിക്കുകയാണ്. കടുവയെ കിടുവീഴ്ച അവസ്ഥയാണ്. ഇവർ പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്, ഇവർ ഒളിവിൽ പോയി. സാധാരണ ഒളിവിൽ പോകുന്ന പ്രതികൾ അന്വേഷിച്ച് പോലീസുകാരാണ് പോകേണ്ടത്. ഇതിപ്പോൾ ഒളിവിൽ പോയ പോലീസുകാരന്മാർ അന്വേഷിച്ച് അടുത്ത പോലീസുകാർ പോകേണ്ടി വരും. എങ്ങനെ നടന്നവന്മാരാണെന്ന് ആലോചിച്ച് നോക്കിയേ. രാജാവിന്റെ മുമ്പിൽ വലിയ കുന്തമൊക്കെ പിടിച്ച് രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിച്ച് നടന്ന 5 എണ്ണം അങ്ങനെ ഒളിവിൽ പോയിരിക്കുകയാണ്. കല്ലിയൂർ അനിലും, എന്താ പേര്, അനിൽ കല്ലിയൂര്, സന്ദീപ്, വിപിന്, അങ്ങനെ കുറെ 5 പേരും ഒളിവിൽ പോയിരിക്കുന്നു. ആ ഒളിവിൽ പോക്കിന് കൊണ്ടൊരു മനോഹാരിത. പണ്ട് ഇവന്മാർ മറുനാടനെ ഓടിച്ചിട്ടൊരു സ്പെഷ്യൽ ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. മറുനാടൻ ചീഫ് എഡിറ്റർ ഒളിവിൽ പോയത് കണ്ടുപിടിക്കാൻ ഈ കേരളത്തിലുള്ള 10,2500 പോലീസുകാരെയാണ് ഇവന്മാർ പല രീതിയിൽ നിയോഗിച്ചു. പൂനെ വരെ വിട്ടു. പൂനെ വരെ വിട്ടു. ഇതാ ഇപ്പോൾ അതേ രീതിയിൽ ഈ 5 എണ്ണത്തിനെ തിരക്കി കേരളത്തിന് വെളിയിലേക്കും എല്ലാരും ഓടുന്നു. നമ്മൾ പറഞ്ഞ കാലത്തിന്റെ കാവ്യനീതി അതാണ് ഇപ്പൊ ആലപ്പുഴയിൽ അവിടെ എന്താ കോടതിയിൽ കേസുമായി ബന്ധപ്പെട്ട് ചെന്നപ്പോൾ അറിഞ്ഞു അറസ്റ്റ് ചെയ്യാൻ സാധ്യതയാണ്. അല്ല, ഇവർക്ക് അറിയാമായിരുന്നു. നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, എനിക്കൊന്ന് ലൂസ് സ്റ്റോക്ക് ആണെന്ന് തോന്നുന്നു, അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവന്മാർക്ക് അഡീഷണൽ വകുപ്പ് ഓൾട്ടർ ചെയ്തിട്ട് അതിനകത്ത് വധശ്രമം 308 കൊണ്ടുവരുന്നത്. അപ്പോഴേ എനിക്ക് മനസ്സിലായി ഇത് പണിവാള്. നമ്മൾ അപ്പോഴേ പറഞ്ഞു എന്തായിരുന്നു SITയുടെ നീക്കം ആസൂത്രിതമായിരുന്നു. അത് ഇവർക്ക് പിടികിട്ടി. കാരണം ഇവന്മാർക്ക് പോലീസുകാരാണല്ലോ, അവർക്ക് മൂളയുണ്ട്. പിന്നെ പോരായെങ്കിൽ ഇവർ ഇത് പലരോടും ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഇവർക്കെതിരെ ആദ്യം എടുത്ത കേസിനകത്ത് വധശ്രമം ഇട്ടിട്ടില്ലായിരുന്നു. ഇവർക്കെതിരെ ആദ്യം എടുത്തത് ജാമ്യം കിട്ടുന്ന വകുപ്പുള്ള കേസാണ്. കാരണം SITക്ക് അറിയാം ആദ്യമേ ഇവനെതിരെ വധശ്രമത്തിനിട്ട് കേസെടുത്താൽ ഇവന്മാർ മുങ്ങും, ഇവന്മാരെ തൂക്കണമെങ്കിൽ അത് അങ്ങനെ വേണം. അപ്പോൾ അതുകൊണ്ട് അല്ലാത്ത ഇട്ടു. അപ്പോൾ ഇവർക്ക് പോലീസുകാരായതുകൊണ്ട് അറിയാമല്ലോ, കൂടെ കിടക്കുന്നതിന് രാപ്പനി അറിയാമെന്ന് പറഞ്ഞാൽ പോലീസുകാരുടെ സ്ഥിരം പരിപാടിയാണ്. നമ്മളെ സ്റ്റേഷനിൽ വരുത്താൻ വേണ്ടി ജാമ്യമുള്ള വകുപ്പ് മാത്രം ഇട്ട് ഇവന്മാർ കേസ് രജിസ്റ്റർ. നമ്മൾ സ്റ്റേഷനിലോട്ട് ചെന്ന് നമ്മുടെ മൊഴി എടുക്കുക എന്ന് പറഞ്ഞ് എടുത്തേച്ച് നേരെ ഈ മൊഴി വന്നപ്പോൾ ഇതിനകത്ത് ഈ വകുപ്പ് കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് ഇവന്മാർ സെക്ഷൻ ഓൾട്ടർ ചെയ്ത് അത് വധശ്രമം ജാമ്യമില്ല വകുപ്പ് കയറ്റി നേരെ കോടതി കൊണ്ട് ഹാജരാക്കി അപ്പോഴേ റിമാൻഡ് ചെയ്യും. ഈ പരിപാടി തന്നെയാണ് ഇവിടെയും നടന്നത്. ഇത് ഞാൻ അന്ന് പറഞ്ഞത്, നമ്മൾ തമ്മിൽ സംസാരിച്ച ഈ 2 വകുപ്പുകളും ഇട്ടുകൊണ്ട് ഇവന്മാരെ വിളിച്ചു വരുത്തുക. അപ്പോൾ പക്ഷേ ഇവർക്ക് കാര്യം മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവന്മാർ മുൻകൂർ ജാമ്യത്തിന് പോയപ്പം പ്രോസിക്യൂഷൻ എന്താ പറയുന്നത്, ഇവരെ അറസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല, ജാമ്യമില്ല വകുപ്പ്, സ്റ്റേഷൻ ജാമ്യത്തിൽ പോകുന്ന വകുപ്പേ ഉള്ളൂ. അതോടുകൂടി കോടതി ചോദിക്കുന്നു ഇത് എന്തിനാണ് പിന്നെ ഇത് ജാമ്യമില്ല വകുപ്പ് ഇല്ലല്ലോ, പിന്നെ എന്താണ് പ്രശ്നം? അപ്പോൾ ഇവർക്ക് പറയാൻ പറ്റുമോ ഇത് ആൾട്ടർ ചെയ്തിടും, സെക്ഷൻ ആൾട്ടർ ചെയ്യുമെന്ന് ഇവർക്ക് പറയാൻ പറ്റുമോ? അപ്പോൾ ഇവരെന്ത് ചെയ്തു? ഇവർ പതുക്കെ ഈ മുൻകൂർ ജാമ്യാപേക്ഷ ഇനി പിൻവലിച്ചു. ഭീമന്മാരിത് പിൻവലിച്ചു എന്നറിഞ്ഞ പുറകെ അവർ മറ്റത് കൊണ്ട് വധശ്രമം കൂടി വകുപ്പ് ഇതിനകത്തോട്ട് അവന്മാർ വീണ്ടും കൊണ്ട് കൊടുത്തു. കഴിഞ്ഞ ദിവസം അനിൽ കല്ലിയൂര് സോഷ്യൽ മീഡിയയിൽ ഒരു പാട്ട് കരോക്കി പാടുന്ന അതും വലിയ വലിപ്പീരായിരുന്നു. അത് യേശുദാസിന്റെ പാട്ട് എടുത്തിട്ട് പുള്ളി ചുണ്ടനൊക്കെ പുള്ളി അതെന്ന് പറഞ്ഞാൽ അത് പുള്ളി പരിഹസിച്ചതാ. അതായത് എടാ ഈയൊക്കെ എന്നെ എന്തോ ചെയ്യാനാ, ഞാൻ പിണറായിയുടെ കിങ്കരനാടാ, നീയൊന്നും എന്നും ചെയ്തില്ല. ഇപ്പം പിണറായിയുടെ വീട്ടിൽ മോളെ രക്ഷിച്ച പോലെ ഇവിടുത്തെ നാട്ടുകാരെല്ലാം കൂടെ ഇറങ്ങി ഇവനെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് രക്ഷിക്കുമെന്നായിരിക്കും എൻ്റെ വിചാരം. താഴെ ഇവിടുത്തെ ചില സർക്കാർ സ്ഥാപനങ്ങളില്ല അനധികൃതമായി നിയമിച്ച ആളൊക്കെ താഴെ വന്ന് ഹോ 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 എന്നൊക്കെ പറഞ്ഞ് താഴെ കമന്റ് ഇടുന്നുണ്ട്. ഈ സർക്കാർ സ്ഥാപനങ്ങളിൽ ഇവർ നിയമിക്കുന്ന ആളുണ്ടല്ലോ. അനിൽ കല്ലിയൂർ ആരാണ്? പിണറായി വിജയന്റെ പ്രതിപുരുഷനാണ്. പിണറായി വിജയന്റെ പ്രതിപുരുഷൻ. പണ്ട് സംസ്ഥാന ഗവർണർ ജനറൽമാരുടെ പ്രതിപുരുഷന്മാർ ഉണ്ടായിരുന്നല്ലോ എല്ലാവരും. അത് ഈ മറ്റേ ഓരോ സായിപ്പന്മാരെ വെച്ച് പ്രതിപുരുഷന്മാരെ വെക്കുമല്ലോ എന്ന് പറഞ്ഞാൽ പിണറായി വിജയന്റെ പ്രതിപുരുഷനായിരുന്നു. പിണറായി വിജയൻ എന്ത് ചെയ്യണമെന്നും എന്ത് പറയണമെന്നൊക്കെ തീരുമാനിച്ചോണ്ടിരുന്ന അദ്ദേഹം താമസിയാതെ ഒരു പാട്ട് ഇടേണ്ടി വരും. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും, കരയുമ്പോൾ കൂടെ കരയാൻ നിഴൽ മാത്രം വരുന്ന ശ്രീമാരന്റെ പ്രശ്നമായ പാട്ടുണ്ടല്ലോ, അതും കൂടെ ഒന്ന് ഇടേണ്ടി വരും. എന്തായാലും ഈ പിൻവലിച്ച ജാമ്യഹർജി വീണ്ടും കൊടുത്തു കഴിഞ്ഞപ്പോൾ മനസ്സിലായി തൂക്കിയാൽ അകത്ത് പോയാൽ കുറേ ദിവസം അവിടെ കിടക്കേണ്ടി വരും. പോലീസുകാരനറിയാം ജയിലിൽ പോയി കിടന്നുള്ള സുഖം, അത്യാവശ്യം കൈ കിട്ടുന്ന എടുത്തിട്ടിരിക്കും. അല്ല, അതാണ് പേടി. ഇതാണ് ജയിലിൽ പോയി കഴിഞ്ഞാൽ ഇടി ഗ്യാരണ്ടി. അന്ന് ആദ്യ രാത്രി തന്നെ മിക്കവാറും ഇടിയുടെ പൊടി വീരമായിരിക്കും. കാരണം പിണറായി വിജയന്റെ സകല ക്രൂരതക്കും വൃത്തികൾക്കും കൂട്ടുന്നവരാണ് അവരെല്ലാവരും. ഗൂഢാലോചനകൾക്ക് കൂട്ടുന്നവന്മാർ. നിങ്ങൾ ആരെയൊക്കെ ഏതൊക്കെ രീതിയിൽ ദ്രോഹിച്ചോ അതേ രീതിയിൽ പിണറായി വിജയനും മകൾക്കും തച്ചിനാണ് പണി കിട്ടുന്നത്. തച്ചിന് പണി കിട്ടുക കേട്ടുണ്ടോ? 1 2 3 4 മണിയാശാൻ പറഞ്ഞില്ലേ, മണിയാശാൻ പറഞ്ഞ പോലെയാണ് പണി കിട്ടുന്നത്. എന്താണെങ്കിലും ശരി, ഇപ്പോൾ ഈ ഗൺമാന്മാർ എന്തൊരു വീറും വാശിയും മൂച്ചുമായിരുന്നു ഇവന്മാർക്ക്, എന്തൊരു അഹങ്കാരമായിരുന്നു. അതാലോചിച്ച് ഞങ്ങളാണ് രാജ്യം ഭരിക്കുന്നത്, ഞങ്ങളുടെ മുന്നിൽ കിട്ടിയാൽ ഞങ്ങൾ തച്ചു തകർക്കും, തല തല്ലി തകർക്കും, എല്ലാം ചെയ്യും. ഇപ്പം എങ്ങനെയുണ്ട് ഇത്? നമ്മുടെ
സന്ദേശ സിനിമയിലെ മാള അരവിന്ദന്റെ അവസ്ഥയിലാണ് ഈ ആശാന്മാരെല്ലാം ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ഇതിനെ പ്രതികാര നടപടി എന്ന് പറഞ്ഞ് ഇത് ചെയ്യാനെക്കൊണ്ട് ലഘൂകരിക്കാൻ. പക്ഷെ ഞാനൊരു കാര്യം ഞെട്ടലോടെയാണ് മനസ്സിലാക്കിയ ദിവസം. ഞാൻ ഒരുപാട് ഈ പോലീസ് അസോസിയേഷൻ്റെ ഭാരവാഹികളായിട്ട് ബന്ധമുള്ള ഒരാളാണ്. ഞാൻ അവർ പലരുമായിട്ട് സംസാരിച്ചപ്പോഴും അവർ പറയുന്നു അസോസിയേഷന് വലിയ സന്തോഷമായി ഇവന്മാരെ കൊണ്ടുപോയത്. കാരണം ആവശ്യമില്ലാത്ത പണിക്ക് പോയിട്ടല്ലേ. അതെ, ആര് മുഖ്യമന്ത്രി ആയാലും ശരി ആഭ്യന്തരമന്ത്രി ആയാലും ശരി ഇത് കാണിച്ചത് അവരെ അടിച്ച് പിന്നെ ലോക്കൽ പോലീസ് പിടിച്ചു മാറ്റി നിർത്തിയപ്പോൾ അവരുടെ കസ്റ്റഡിയിൽ ചെന്ന് അവരുടെ തലയടിച്ച് കീറേണ്ട കാര്യം. ഏതായാലും അനിൽ സാർ കുറേ പേർക്ക് ജോലി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് ഉറപ്പാണ്. കാരണം നമ്മുടെ സർക്കാർ പല സ്ഥാപനങ്ങളിലും ജീവനക്കാരെ നമുക്കറിയാം, ചിലരൊക്കെ അവരൊക്കെ അനധികൃതമായി കയറിയവരാണെന്നുള്ള അവരെല്ലാവരും താഴെ വന്ന് കമന്റ് ഇടുന്നുണ്ട്, കമന്റ് ഇട്ട് ആസ്വദിക്കുന്നുണ്ട്. ഇയാൾ ജോലി വാങ്ങിച്ചു കൊടുത്താ അല്ലേ? ആയിരിക്കാനാണ് സാധ്യത. അല്ലെങ്കിൽ വിധേയന്മാരായിരിക്കും, അല്ലാത്തവന്മാർ ഇങ്ങനത്തെ ഒരു വൃത്തിയിട്ടവൻ ആരെങ്കിലും പിന്നെ അനുകൂലിക്കാൻ വരും. എന്തായാലും തുടരും പിണറായി 3.0 തുടരും എന്ന് കരുതി ആ രണ്ടാം ഘട്ടത്തിൽ തന്നെ നാട്ടിലിറങ്ങി അരാജകത്വം സൃഷ്ടിച്ച് എതിർക്കുന്ന പ്രജകളെ തല്ലിത്തകർത്ത് പാവപ്പെട്ടവൻ്റെ തലമണ്ട അടിച്ച് തകർത്ത് ചോദ്യം ചെയ്യുന്നവനെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ച് വിരാജിച്ചു പോകുന്ന ഒരു കാലം, ആ കാലം എന്നും ഉണ്ടാകും എന്ന് കരുതാൻ തക്ക വിഡ്ഢികളായിരുന്നു ഇവർ. മാത്രമല്ല ഇവർക്ക് ഒരു അബദ്ധം കൂടെ ഉണ്ട്, ഒരു പ്രശ്നം കൂടെ ഉണ്ട്. ഇവർ കണ്ണൂരെ പാർട്ടി ഗ്രാമത്തിൽ പഴയതുപോലെ ചെന്ന് സുരക്ഷിതത്വത്തിന് വേണ്ടി ഒളിവിരിക്കാൻ ചെന്ന് കൊടുത്താലേ പാർട്ടി സഹാക്കളെ എന്നെ വിളിച്ച് പറഞ്ഞു കൊടുക്കും പോലീസിൻ്റെ അടുത്ത് ഇവന്മാർ ഇന്ന വീട്ടിരിപ്പുണ്ടെന്ന്. അതെ, വേണമെങ്കിൽ അവർ പിടിച്ചും കൊടുക്കും. ഇവരുടെ അടുത്ത നീക്കം മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നിടം വരെ ഒളിവിൽ പോകാനാണ്. അത് അവർ ഒളിവിൽ പോകും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവന്മാരെ പൊക്കുക എന്നുള്ള വിവരം ഇവന്മാർക്ക് കൊടുക്കുന്നതന്നെ ഇവർ അതാണ് നമ്മൾ നേരത്തെ ഒരു ചർച്ചയിൽ പറഞ്ഞു. സതീശന്റെ പോലീസ് എന്ന് പറയുന്നത് പിണറായി പോലീസിനെയാണ്. പിണറായി പോലീസ് ഭരിച്ചോട്ടെ, ഞങ്ങളുടെ പോലീസ് വേണ്ട എന്നുള്ളൊരു കണക്കൂട്ടില്ല സതീശൻ ഇപ്പോഴും നിൽക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അവർ തന്നെ ചോർത്തി കൊടുത്തു, ഇവന്മാരോടി കൃത്യമായിട്ട് ഒളിച്ചിരിക്കുന്ന സ്ഥലം വരെ പറഞ്ഞു കൊടുത്തത് കേരള പോലീസ് ആയിരിക്കും. അതെ, അപ്പം അവരോട് ഈ പറയുന്ന അനിൽ കല്ലിയൂർ എന്ന് പറയുന്നവർക്ക് എല്ലാം വിവരങ്ങളെല്ലാം ചോർത്തി കൊടുത്തിരിക്കുന്നത് ഇവിടുത്തെ പോലീസുകാർ തന്നെയാണ്. അപ്പൊ എന്താണെങ്കിലും ഇവരെ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി വരെ പോവും. സെഷൻസ് കോടതി കൊടുക്കുമോ എന്നറിയില്ല, ജില്ലാ കോടതി കൊടുക്കുമോ എന്നറിയില്ല. അപ്പോൾ ഇവിടുന്ന് നേരെ ഹൈക്കോടതി വരെ പോവും. എങ്ങനെയും ഒരു മുൻകൂർ ജാമ്യം ഒപ്പിക്കും, അതുവരെ ഇവരെ ഒളിവിൽ കഴിയാൻ ഇവരെ സഹായിക്കുകയും ചെയ്യും. അതിന് സംശയം. ഈ ഒളിവിലിക്കേണ്ട ബുദ്ധിമുട്ട് കുറച്ച് സാധനം കൂടെ മനസ്സിലാക്കട്ടെ. കാര്യം ഇത്രയും നേരം ബാക്കിയുള്ള ഒളിവിൽ പോകാൻ വേണ്ടി എല്ലാം ഒളിവിൽ പോകുന്ന ഓടിച്ചിട്ട് പിടിക്കാൻ നടന്ന ആളല്ലേ. അല്ല, ഒളിവിലിരിക്കട്ടെ. കേരളം പിണറായി രാജാവിന്റെ രാജ്യമല്ല, ഈ ഇന്ത്യ മഹാരാജ്യത്തെ സകലമാന നിയമങ്ങളും പാലിക്കപ്പെടുന്ന ഒരു ഭൂപ്രദേശമാണെന്നുള്ള തിരിച്ചറിവെങ്കിലും ഉണ്ടായല്ലോ. തിരിച്ചറിവില്ലല്ലോ. തിരിച്ചറിവുണ്ടായിരുന്നെങ്കിൽ പണിക്ക് ഇറങ്ങൂല്ലായിരുന്നല്ലോ. കാരണം ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യൻ പീനൽ കോഡും അതായത് ഭാരതീയ ന്യായ സംഹിതയും ഈ നാട്ടിലെ ഓരോ പൗരനും നിയമവും നീതിയും എല്ലാം ഉറപ്പു നൽകുന്നു. അതെ, അതിനകത്ത് രാജാവില്ല, പ്രജകളില്ല. രാജഭരണം കഴിഞ്ഞ കാലം തിരിച്ചു കൊണ്ടുവരാനാണ് പിണറായി രാജാവ് ശ്രമിച്ചത്. ഇവരുടെ വിധേയത്വം നമ്മൾ സമ്മതിക്കണം. പണി തെറിച്ചെങ്കിലും അന്ന് കാരണഭൂതന്റെ വീട്ടിൽ മോളെ സംരക്ഷിക്കാൻ വേണ്ടി തടിച്ചുകൂടിയ ഭീകരന്മാർക്കിടയിൽ ഇവരും ഉണ്ടായിരുന്നു. ഈ ഗൺമാന്മാർ നിരന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. ചുറ്റും നോക്കേണ്ടി അപ്പൊ ആളെ ഏർപ്പാടാക്കിയത് ഇവരായിരിക്കും. എന്തായാലും ഉമ്മൻചാണ്ടി ഭരണകാലത്ത് ഉമ്മൻചാണ്ടിയെ ഗൺമോൻ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചതിനുള്ള ശിക്ഷ കൂടിയായി ഈ ഗൺമോന്മാരുടെ പലായനം. ഈ ഗൺമോന്മാരെ സത്യത്തിൽ ഇവിടുത്തെ ഈ കേരളത്തിലെ ഓരോ ജനങ്ങളും, അതായത് അതിൽ ഇടതുപക്ഷമില്ല, വലതുപക്ഷമില്ല, NDA ഇല്ല, ആരുമില്ല, എല്ലാവരും ഒരുപോലെ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇവന്മാരെ പിടിച്ച് അകത്തിടുക. അതെ, ഇവന്മാരെ ഫോട്ടോ എല്ലാവരും കണ്ടിട്ടുണ്ട്. ഇപ്പം വേഷപ്രച്ഛനായിട്ട് നടക്കണമെന്ന് അറിഞ്ഞില്ല, അല്ലെങ്കിൽ നാട്ടുകാർ തന്നെ ഇവന്മാരെ പിടിച്ച് കൊടുക്കും. അതാണ് ഇപ്പോഴത്തെ അല്ല ജനത്തിന്റെ ഒരു ഇത്. കാരണം ആ പാവപ്പെട്ട രണ്ട് പിള്ളേരെ എനിക്ക് തോന്നുന്നു ആ വീഡിയോസും ആ ചിത്രങ്ങളും ഇപ്പോഴാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. അന്ന് ഇത് ഇത്രയും ചർച്ച ചെയ്യപ്പെടില്ല. പിണറായി വിജയന്റെ കൂടെ പോയ പോലീസ് യുവാക്കളെ അടിച്ചു എന്ന് മാത്രമേ നമ്മൾ കരുതിയുള്ളൂ. പക്ഷെ നമ്മൾ ഇപ്പോഴാണ് കാണുന്നത് അത് എങ്ങനെയാണ് അടിച്ചത്, ആ അടിക്കാനുണ്ടായ സാഹചര്യം ഏതാണ്, എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചത് എന്നെല്ലാം ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. അത്ര മാരകമായിട്ടാണ്. ഒരു കാര്യം ഉറപ്പാണ്, ഇവൻ്റെയൊക്കെ മക്കളല്ലെങ്കിൽ പേരക്കുട്ടികൾ ഇവന്മാർ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിന് വില കൊടുക്കും. ഈ ഇങ്ങനെ പിള്ളേരെ ചെയ്തതിന് സാർ ഇങ്ങനെ ചെയ്ത എല്ലാവരും അവൻ്റെ മക്കൾക്കോ കൊച്ചുമക്കൾക്കോ സംഭവിക്കാൻ പോണ പ്രശ്നം അവന്മാർ നേരിട്ട് കണ്ടിട്ടേ മരിച്ചിട്ടുള്ളൂ. അതൊരു സത്യമാണ് ഈ ഭൂമിയിൽ. അല്ല ഇപ്പോഴെങ്കിലും ഇവർ ചിന്തിക്കുന്നുണ്ടാവും എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു. ഇപ്പം ചിന്തിക്കുന്നുണ്ടാവും നമ്മളന്ന് ഒരു പക്ഷേ നല്ല പൂശിയിട്ടായിരിക്കും പോയി കയറിയത്. അങ്ങനെയും പറയാൻ പറ്റത്തില്ല. കാരണം ആര് ചോദിക്കാനാ? രാജാക്കന്മാരല്ലേ നാട്ടില്? രാജാക്കന്മാരല്ലേ? പിണറായി വിജയന്റെ ഔദ്യോഗിക വാഹനത്തിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് ഫണ്ട് കടത്തിയെന്ന് പറഞ്ഞ് വലിയ ആരോപണം വന്നിട്ടുണ്ട്. അതെ, കാരണം ഇതാകുമ്പോൾ വേറെ ആരും പരിശോധിക്കത്തില്ലല്ലോ. അടിക്കാൻ വടിയുണ്ടല്ലോ കയ്യിൽ. ഇതിനകത്താകുമ്പോൾ ആരും. പിന്നെ ഈ നവകേരള സദസ്സ് പോലും പിരിവിന് വേണ്ടിയുള്ള ഒരു പരിപാടിയായിരുന്നു. അതായത് ഈ പോകുന്ന വഴിക്ക് ഒന്ന് ഇവർക്ക് ഫണ്ട് ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യമായിരുന്നു. സർക്കാരിനെ
ഗുണപ്പെടുത്താനോ അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങളെ പുനരുദ്ധരിക്കാനോ ഒന്നുമല്ല. ഈ പോകുന്ന വഴിക്ക് പാറമട മുതലാളിമാർ, പിന്നെ ബാർ ഉടമകൾ, കള്ളപ്പണക്കാർ, ലഹരി കച്ചവടക്കാർ, ഇവരെല്ലാമാണ് ഈ പല പരിപാടി. വാട്ടർ സെക്രട്ടറി ഒരു യാത്ര നടത്തിയിരുന്നു. സ്ഥലത്തെ പ്രധാന ദിവ്യമാരെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. പല കള്ളനും കച്ചവടക്കാരനെല്ലാം എല്ലാവരും വന്ന് ഇത് കഴിക്കുകയും ചെയ്തു. അപ്പൊ ഇതെല്ലാം കഴിച്ച് എല്ലിനിടെ കുത്തിയപ്പോഴാണ് ഈ നമ്മുടെ ഗൺമോന്മാർക്ക് അന്ന് നേരം വെളുത്തത്. അന്നാണ് അവന്മാർ കയറി തല്ലിയത്. അതുകൊണ്ട് ഇവര് ഒളിവിലിരിക്കാൻ പോകുന്നത് ഏതെങ്കിലും നാട്ടുകാർ കാണണമെങ്കിൽ അവരെ പിടിച്ചു കെട്ടിയിട്ടെങ്കിലും കൊടുക്കണം. എന്തായാലും പല്ലും നഖവും ഒക്കെ ഊർന്ന് നാട് നീളെ കൂടെ ഓടുന്നതിന്റെ രുചിയും മണവും ഗുണവും ഗന്ധവും ഒക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് ഒന്നുകിൽ അറസ്റ്റിലായി അകത്ത് കേരള യാത്ര നടത്തി നന്നായിട്ട് നെയ്മീനും അണ്ടിപ്പരിപ്പ് കലക്കിയ പാലുവ കുടിച്ച് നല്ല രണ്ടും തടിയെടുത്ത് നാട്ടുകാരെ ഇടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ലേ. ഇനി തൽക്കാലം കുറച്ച് നാൾ ഇങ്ങനെ മക്കള് ഓടട്ടല്ലേ, ഗൺമോന്മാർ ഓടുക, ഓടി തിരിച്ച് 5 കൊല്ലം ഓടേണ്ടി വരും. അത് കഴിയുമ്പം പിണറായി രാജാവിന് കയറാൻ പറ്റുമോ, അതോ പിണറായി രാജാവ് നിങ്ങളുടെ കൂടെ ഉണ്ട തിന്നാൻ കാണുമോ എന്നുള്ളതിന് ഇപ്പൊ അടുത്ത ദിവസം അറിയാം.